നിന്നും സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. സ്റ്റെഫിൻ, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഹോട്ടലുകൾ അധികവും അടച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. കാരണം വാണിജ്യ സിലിണ്ടറുകളുടെ വിതരണം, അതിന് ചില പ്രയോറിറ്റികൾ തീരുമാനിച്ചിട്ടുണ്ട്. ഹോട്ടലുകൾക്കുള്ള വിതരണത്തിൽ പാളിച്ചകളുണ്ട്, പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് ബുക്കിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് ചിലർ പറയുന്നു, കിട്ടാനില്ലാത്തതാണെന്ന് പറയുന്നു, കേന്ദ്രം പറയുന്നു പ്രശ്നങ്ങളേ ഇല്ല എന്ന്. പക്ഷേ നമ്മൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇവരോടൊക്കെ സംസാരിക്കുമ്പോഴാണ് എന്താണ് അവസ്ഥയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്റ്റെഫിൻ? മോദി, ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് മോദിക്കൊക്കെ കൂടുതൽ സുപരിചിതമായിട്ടുള്ളൊരു സ്ഥലത്താണ്. നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിനോട് സമീപത്തുള്ള ജയ് ഗണേഷിലാണ് നിൽക്കുന്നത്. നമ്മളൊക്കെ സ്ഥിരം ചായ കുടിക്കാൻ വരുന്ന കടയാണ്. ഇനി നാളെ മുതൽ ഇവിടെ ചായ കുടിക്കാൻ വരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഗ്യാസ് സിലിണ്ടറുകളുടെ ക്ഷാമം ഇവിടെയും ബാധിച്ചിട്ടുണ്ട്. സമീപത്തുള്ള കടകളെല്ലാം പൂട്ടിയ നിലയിലാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഈ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം തിരുവനന്തപുരത്ത് കൂടുതലും പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന ആളുകളുണ്ട്, ജോലിക്കായി വരുന്നവരുണ്ട്. അവരെല്ലാം ആശ്രയിക്കുന്നത് ചെറിയ ഹോട്ടലുകളെയും അതോടൊപ്പം തന്നെ മറ്റു ഭക്ഷണശാലകളെയും ഒക്കെയാണ്. അവിടെയെല്ലാം വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കടയുടെ ആൾ ചേരുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്ഥിതി? ഇപ്പോൾ എങ്ങനെയാണ് ഇനി എത്ര നാൾ നമുക്ക്? ഇന്നത്തെ മാത്രമേ ഉള്ളൂ. നാളെ കട പൂട്ടുകയാണ്. സിലിണ്ടർ ഇല്ലാതെ അടയ്ക്കും. ഈ ബുക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിരുന്നു? ഈ ബുക്കിംഗ് പറഞ്ഞില്ല. ബുക്കിംഗ് ഇപ്പോൾ പറഞ്ഞില്ല. സിലിണ്ടർ കിട്ടുന്നില്ല. സ്റ്റോക്ക് വാങ്ങിച്ച് വെച്ചിരുന്നത് ഇന്നത്തെ മാത്രമേ ഉള്ളൂ. ഈ നാളെ സിലിണ്ടർ ഇല്ലാതെ അടയ്ക്കും. അപ്പോൾ ഇങ്ങനെ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി എന്താണ് ഇനി ഒരു ഭാവി? അതിന് നഷ്ടം. നമുക്ക് ജോലിക്ക് ആരും കിട്ടില്ല. ഇനി റൊട്ടേഷൻ പോവുക, എങ്ങനെയാണോ പൈസ വേസ്റ്റ് ആവും. ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ തിരക്ക് കൂടുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു സമീപത്തൊക്കെ മറ്റു കടകളൊക്കെ അടച്ചു കൂടുതൽ പേരൊക്കെ ഇങ്ങോട്ട്. അത്രയും തിരക്കൊന്നുമില്ല, കുറച്ചുണ്ട്. ഇത്രയും എല്ലാ നാട്ടിൽ പോയേക്കാണ് തിരക്കുണ്ട്. ഇപ്പോൾ ഇവിടെ ഇനി എത്ര സിലിണ്ടർ ഉണ്ട്? എന്താണ് സിലിണ്ടർ? ഇനി ഹാഫ് സിലിണ്ടറേ ഉള്ളൂ. അത് തീർന്നാൽ കട അടയ്ക്കും. അത്രയേ ഉള്ളൂ. വേറെ ഇനി കിട്ടിയ കട തിറങ്ങില്ലെങ്കിൽ അടയ്ക്കും. ഇവിടെ എത്ര സ്റ്റാഫ് ഉണ്ട്? നമുക്ക് സ്റ്റാഫ് ഒരു 4-5 പേരുണ്ട്. അത്രയേ ഉള്ളൂ. മോദി, ഇത് ഏതായാലും ഇപ്പോൾ ഈ ഇരിക്കുന്ന ഒരു സിലിണ്ടറിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. അത് തീർന്നല്ല, അത് ഏത് സമയത്തും തീരാം. അത് തീർന്നു കഴിഞ്ഞാൽ ഏതായാലും കട അടയ്ക്കുമെന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ കച്ചവടത്തെയും, ഇവിടെ 4 പേരുണ്ട് ജോലിക്കാർ, നമുക്ക് അറിയാവുന്ന പോലെ. ഈ കാണുന്ന ഒരു സിലിണ്ടർ മാത്രമേ ഇപ്പോൾ നിലവിലേതായുള്ളൂ, അതിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് പലയിടത്തെയും സ്ഥിതി. തിരുവനന്തപുരത്ത് നമുക്ക് സ്ഥിരം അറിയാവുന്ന കടകളൊക്കെ തന്നെ അടച്ച അവസ്ഥയിലാണ്. അങ്ങനെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അതിരൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയാണ് വരുന്നത്. കാരണം കൂടുതലും വന്ന് താമസിക്കുന്ന ആളുകളുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്. അവരൊക്കെ ആശ്രയിക്കുന്ന ഹോട്ടലുകളെല്ലാം ഇങ്ങനെ പൂട്ടിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ ആഹാരം കഴിക്കുമെന്നൊരു പ്രതിസന്ധിയുണ്ട്. ഒപ്പം തന്നെ നഗരപ്രദേശമായതുകൊണ്ട് വിറകടുപ്പോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ പല വീടുകളിൽ പോലും ഇല്ലാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്നൊരു ചോദ്യം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ശരി സ്റ്റെഫിൻ, ആ ചോദ്യം അവശേഷിക്കുന്നുണ്ട് പലരുടെയും മനസ്സിൽ.